മാല ധരിച്ചത് തിരുനബിക്ക് ഇഷ്ടമായില്ലെന്ന് ബുദ്ധിമതിയായ ബീവിക്ക് മനസ്സിലായി. ഉടനെ ആ മാല വിറ്റ് ഒരടിമയെ വാങ്ങി സ്വതന്ത്രനാക്കി. ഫാത്തിമ റളിയല്ലാഹുഅൻഹയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിശ്വാസിക്ക് പാഠമാണ്. ഉത്തമമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു മാനിഫെസ്റ്റോയാണ് ആ ജീവിതം. റിസാല അപ്ഡേറ്റ്. കരളിൻ്റെ കഷ്ണം. അടിയുറച്ച വിശ്വാസമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ബീവി ഫാത്തിമ റളിയല്ലാഹുഅൻഹയുടെ വിശേഷം. നിലാരംബരെയും അശരണരെയും അവർ ചേർത്തു പിടിച്ചു. പിതാവ് എന്ന നിലയിൽ തിരുനബിയോട് അതിരറ്റ സ്നേഹം പുലർത്തി. തീർത്തും മാതൃകായോഗ്യമായ ജീവിതം. തിരുനബിയുടെയും ഖദീജ ബീവിയുടെയും ദാമ്പത്യ ജീവിതം ഒരു ദശകം പിന്നിട്ട ഒരു ജമാദുൽ-ആഖിർ 20 വെള്ളിയാഴ്ചയാണ് ബീവി ഫാത്തിമയുടെ പിറവി. ഖദീജ ബീവിയുടെ വസതിയിൽ തന്നെയായിരുന്നു ജനനം. ചരിത്രകാരനായ അസ്രഖിയുടെ അഭിപ്രായപ്രകാരം അത്താറി ഇടവഴി എന്നറിയപ്പെടുന്ന പാറപ്പുറത്താണ് മഹദിയുടെ പിറവി. വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണല്ലോ ലജ്ജ. ലജ്ജ നന്മയുടെ ഉറവിടവും വിശ്വാസത്തിൻ്റെ അനിവാര്യതയുമാണ്. ലജ്ജയുടെ മനോഹരമായ ചിത്രങ്ങൾ ഫാത്തിമ ബീവിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. അസ്മാ റളിയല്ലാഹുവിൻ്റെ ഓരം ചേർന്ന് ഫാത്തിമ ബീവി തേങ്ങിക്കരയുന്നു. അവിടെ കൂടെയിരുന്നവർ ബീവിയോട് കാര്യമന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പൊതിഞ്ഞുവെച്ച ജനാസ മറവ് ചെയ്യാനായി പുരുഷന്മാരുടെ പക്കൽ ഏൽപ്പിക്കുമ്പോൾ ചേർത്ത് കെട്ടിയ വസ്ത്രത്തിലൂടെ എൻ്റെ ശരീരത്തിൻ്റെ വലിപ്പവും ആകാരവും പ്രദർശിപ്പിക്കപ്പെടുകയില്ലയോ? ഇതാണ് വേവലാതി. തൻ്റെ ശരീരത്തെയോ ആകാരവടിവോ പ്രദർശിപ്പിക്കാനുള്ളതല്ല എന്ന നിലപാട് കൂടിയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ തങ്ങൾ ചോദിച്ചു, സ്ത്രീകളിൽ ഉത്തമർ ആരാണ്? അപ്പോൾ ഇതര പുരുഷന്മാരെ നോക്കാത്തവരും കാണാത്തവരുമാണ് സ്ത്രീകളിലെ ഉത്തമർ എന്ന് ഫാത്തിമ പറയാൻ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ഭർത്താവ് അലിയോട് ആവശ്യപ്പെട്ടു. അതേ പ്രകാരം അലി റളിയല്ലാഹു പറയുകയും ചെയ്തു. സന്തോഷപൂർവ്വം തിരുനബി ചോദിച്ചു, നിങ്ങളെ ഇതാരാണ് പഠിപ്പിച്ചത്? ഫാത്തിമ. അപ്പോൾ തിരുനബി പ്രതിവചിച്ചു, അതെ, ഫാത്തിമ എന്നിൽ നിന്നാണ്. സ്വഭാവമഹിമയിൽ ഫാത്തിമ ബീവിയോളം എത്തില്ല മറ്റൊരു വനിതയെ കണ്ടെത്തുക പ്രയാസമാണ്. സ്വർഗീയ വനിതകളുടെ നായികയാണവർ. ആഡംബരങ്ങൾക്ക് ബീവിയിൽ ഇടം ഇല്ലായിരുന്നു. പൊതുവെ സ്ത്രീകൾ ആഭരണ പ്രേമികളാണെങ്കിലും ഫാത്തിമ ബീവി അവരിൽ നിന്നും തീർത്തും വ്യത്യസ്തയായിരുന്നു. തൻ്റെ പെരുമാറ്റങ്ങളിൽ മുത്തുനബിക്ക് വേദനിക്കുന്നതോ അനിഷ്ടമായതോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഒഴിവാക്കുമായിരുന്നു. ഒരിക്കൽ ചെറിയൊരു മാല ധരിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹു ഉപ്പയെ കാണാൻ ചെന്നു. കുശലാന്വേഷണങ്ങൾക്കിടെ തിരുനബിയുടെ ഇടയ്ക്കിടെയുള്ള നോട്ടം തൻ്റെ മാലയിലേക്കാണെന്ന് ബീവിക്ക് മനസ്സിലായി. അവർ ആ നോട്ടത്തിൻ്റെ പൊരുൾ വായിച്ചെടുത്തു. മാല ധരിച്ചത് തിരുനബിക്ക് തീരെ ഇഷ്ടമായില്ലെന്നത് ബുദ്ധിമതിയായ ബീവി എളുപ്പം തിരിച്ചറിഞ്ഞു. ഉടനെ ആ മാല വിറ്റ് ഒരടിമയെ വാങ്ങി സ്വതന്ത്രനാക്കുകയായിരുന്നു അവർ ചെയ്തത്. സ്വതന്ത്രനാക്കിയില്ലെങ്കിൽ മാലയെ ഓർമ്മിപ്പിക്കാൻ ആ അടിമ കാരണമാവുമല്ലോ എന്നുപോലും അവർ നനച്ചു. ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലെ ഓരോ നിമിഷവും വിശ്വാസിക്ക് പാഠമാണ്. രണഭൂമികയിലുമുണ്ട് ബീവിയുടെ സാന്നിധ്യം. ചരിത്രത്തിലെ നിർണായകമായ ബദർ യുദ്ധം നേരിട്ട് കണ്ടനുഭവിച്ചതാണ്. വിവാഹാനന്തരമായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഉഹുദ് യുദ്ധം നടന്നത്. ഉഹുദിലേക്ക് പുറപ്പെട്ട ചുരുക്കം ചില വനിതകളിൽ ഒരാൾ ഫാത്തിമ ബീവിയാണ്. തങ്ങളുടെ പക്ഷം വിജയിച്ചു എന്ന് കരുതി ജബലുറുമാത്ത് മലമുകളിൽ നിർത്തിയ സൈന്യം മടങ്ങിയ സന്ദർഭം ശത്രുപക്ഷം മലയുടെ പിൻഭാഗത്തുകൂടെ ഇരച്ചു കയറി. അതോടെ യുദ്ധത്തിൻ്റെ താളം മറ്റൊന്നായി മാറി. തിരുനബിക്ക് പല്ലിനും തലക്കും മുറിവ് പറ്റി. ഇമാം ബുഖാരി ഈ സംഭവം പറയുന്നിടത്ത് ഉദ്ധരിക്കുന്നു. നബി തങ്ങളുടെ മുറിവിനെപ്പറ്റി സഹൽ ഇബ്നു സഅദ് എന്നവർ പറഞ്ഞു,
ഫാത്തിമ ബീവിയാണ് തങ്ങളുടെ മുറിവ് കഴുകിക്കൊടുത്തത്. വെള്ളമൊഴിച്ച് സഹായിച്ചത് അലിയും. പിതാവിനെ ഏതുവിധം പരിഗണിക്കണം എന്നതിന് ഫാത്തിമ ബീവിയും നബിതങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധം വായിച്ചെടുത്താൽ മാത്രം മതി. ശത്രുപക്ഷം തങ്ങളെ മർദ്ദിച്ചവശനാക്കിയപ്പോൾ പലപ്പോഴും കൂടെ നിന്ന് ഫാത്തിമ ബീവി കുറേ കുട്ടികൾ ചേർന്നുകൊണ്ട് തിരുനബിയുടെ തലയിലേക്ക് മണ്ണ് വാരിയിടുന്നു. മണ്ണ് പറ്റിപ്പിടിച്ച തലയുമായി നബിതങ്ങൾ വീട്ടിലേക്ക് വന്നു. ഈ കാഴ്ച കണ്ട് കരഞ്ഞുപോയ ഫാത്തിമ ബീവിയാണ് വാപ്പയുടെ തല കഴുകി വൃത്തിയാക്കി കൊടുത്തത്. വിശുദ്ധ കഅബാലയത്തിൻ്റെ മുറ്റത്ത് തിരുമേനി നിസ്കാരത്തിലായിരിക്കെ ശത്രുക്കൾ തങ്ങളുടെ ദേഹത്ത് ഒട്ടകത്തിൻ്റെ അവശിഷ്ടം കൊണ്ടിട്ടു. ഇത് കണ്ട് ഫാത്തിമയാണ് അതെടുത്തു മാറ്റിയത്. അങ്ങനെ അനേകം അനുഭവങ്ങളാണ് ഫാത്തിമയെ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ടമാക്കിയത്. തിരുനബി യാത്ര കഴിഞ്ഞ് വന്നാൽ നിസ്കാരാനന്തരം ആദ്യം ചെല്ലുക ഫാത്തിമയുടെ അടുക്കൽ. അതിനുശേഷമേ ഭാര്യമാരെ സമീപിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് ചരിത്രം. യാത്ര തിരിക്കാൻ ഉദ്ദേശിച്ചാൽ അവസാനമായി യാത്ര പറയുന്നതും ഫാത്തിമയോടാണത്രേ. അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം പിടിച്ചതാണ് ഫാത്തിമ എന്ന പേര്. നരകവിമോചക അർത്ഥം അൽ ബത്തൂൽ, ഉമ്മു അബീഹ എന്നീ പേരുകളും മഹദിക്കുണ്ട്. ഹിജ്റ 11-ാം വർഷം റമദാൻ 3-ന് 29-ാം വയസ്സിലാണ് ഫാത്തിമ ബീവി വിയോഗം. പ്രിയ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു ആണ് ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്.